Hi friends, welcome to my channel The Study Spot. Let's discuss a chapter, Basic Concepts of Hospital in Hospital Administration. In the previous video, we discussed what is a service and what are the qualities of a service. In this video, we are going to discuss regarding what is a hospital and which are the types of classification of hospital. The word hospital is derived from a Latin word hospice, which means a host or guest. Now let's see what is the definition of a hospital. According to WHO, a hospital is an integral part of the medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient services reach out to the family and its home environment. The hospital is also the center for training of health workers and biosocial research. അതായത് WHO ഡെഫിനിഷൻ പ്രകാരം ഹോസ്പിറ്റലിനെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷനിൽ നമ്മൾ എന്താ മെയിൻ ചെയ്യുന്നത്, ഈ ഡെഫിനിഷനിൽ ഒരു ഹോസ്പിറ്റൽ എന്താണ് എന്നുള്ളത് മുഴുവൻ അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ അതുപോലെ ഒരു സോഷ്യലായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അവരുടെ ഫങ്ഷൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കും. പക്ഷേ ആ ഹെൽത്ത് കെയർ എങ്ങനെ കൊടുക്കും? അത് ക്യൂറേറ്റീവ് ആണ്, പ്രിവെൻറ്റീവ് ആണ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലേ, ഒരു രോഗത്തിൽ നിന്നും ഒരു രോഗമുക്തി കൊടുക്കുക അല്ലേ. അത് കൂടാതെ അത് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം, പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതും ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം, ഇത് മാത്രം ചെയ്താൽ മതിയോ? അല്ല. അപ്പം അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ജീവിക്കുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ റീച്ച് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിലോ ഇപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനുണ്ടെങ്കിലോ എല്ലാം. അതുപോലെ അവരുടെ എൻവയോൺമെൻറ്റിനെയും റീച്ച് ഔട്ട് ടു ദ എൻവയോൺമെൻറ്റ് അല്ലേ, എൻവയോൺമെൻറ്റിനെയും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ദ ഹോസ്പിറ്റൽ ഇസ് ഓൾസോ ദ സെൻറ്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച്. അതായത് ഈ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സ് അല്ലേ, ഈ ഹെൽത്ത് വർക്കേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കിട്ടണ്ടേ, എന്നാലേ അവർക്ക് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള നല്ല മെഷേഴ്സ് എടുത്ത് പേഷ്യൻറ്റിനെ ക്യൂർ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബയോസോഷ്യൽ റിസർച്ച്. എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്? റിസർച്ച് എന്താണ്? റീസേർച്ച് അല്ലേ. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിലൂടെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Now let's move on to the classification of hospital. The hospital can be classified on the basis of 5 things. The first one is service, second is size, third one is ownership, fourth one is duration of stay, and the fifth one is system of medicine. On the basis of service, hospital can be divided into general hospital and special hospital. On the basis of size, the hospital can be divided into regional or teaching hospital, rural hospital, and district hospital. On the basis of ownership, the hospital can be divided into public hospital, private hospital, and cooperative hospital, and hospital running by NGO. On the basis of duration of stay, hospital can be divided into long duration hospital and short duration hospital. On the basis of system of medicine, hospital can be divided into allopathic hospital and Ayush hospital. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. The first one is general hospital. On the basis of service, the first one is general hospital. General hospital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be different specialty services that is providing to both adult and children. It is provided under the same roof. അതായത് എല്ലാ തരത്തിലുള്ള ചികിത്സയും അവിടെ ഉണ്ടാവും. പക്ഷേ എല്ലാ തരത്തിലുള്ള പേഷ്യൻസിനെയും അവിടെ ട്രീറ്റ് ചെയ്യും. അതായത് മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഇനി സ്പെഷ്യൽ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ദേ ഡീൽ വിത്ത് സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസീസസ്. അതായത് ഓരോ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ ENT ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ, അതുപോലെ ഐ ഹോസ്പിറ്റൽസ്, അങ്ങനത്തെയാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നൗ ഓൺ ദ ബേസ് ഓഫ് സൈസിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റലാണ്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 ബെഡിന് മുകളിലുണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് മസ്റ്റ് ബി അറ്റാച്ച് ടു മെഡിക്കൽ കോളേജ്. പിന്നെ അതുപോലെ അവിടെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ റീജിയണൽ അല്ലെങ്കിൽ ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ കോളേജ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ. ദ സെക്കൻഡ് വൺ ഇസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100 to 500 ബെഡോളം ഉണ്ടാവും. പിന്നെ അതുപോലെ അവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസും ഉണ്ടാവും. അതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത.
അടുത്തതായിട്ട് വരുന്നതാണ് റൂറൽ ഹോസ്പിറ്റൽ. റൂറൽ ഹോസ്പിറ്റലിന് 20 to 100 ബെഡാണ് അതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സ്പെഷ്യാലിറ്റീസ് അവിടെ ഉണ്ടാവില്ല. അതാണ് റൂറൽ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ നമുക്ക് ഹോസ്പിറ്റലിനെ പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇതിനകത്ത് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയോ ആയിരിക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ഇത് റൺ ചെയ്യുന്നത് പ്രൈവറ്റ് പീപ്പിൾസ് അല്ലെങ്കിൽ എൻ്റർപ്രന്യൂർ ആയിരിക്കാം. അപ്പം അതുകൊണ്ടാണ് അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് ഓൺ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അടുത്തെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. അതായത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവരൊരു ചാരിറ്റി ബേസിസിലായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO എന്ന് പറഞ്ഞാൽ. അടുത്തതായി നമുക്ക് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. ഡ്യൂറേഷൻ ഓഫ് സ്റ്റേൻ്റെ ബേസിൽ നമുക്ക് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്നും ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്നും പറയാം. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 30 ഡേയ്സിനെക്കാളും കൂടുതലായിട്ട് ആൾക്കാർ അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്നും, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 30 ഡേയ്സ് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് പറയാം. ഇനി ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ നമുക്ക് ഹോസ്പിറ്റലിന് അലോപ്പത്തിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റലിനും ഡിവൈഡ് ചെയ്യാം. അലോപ്പത്തിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അലോപ്പത്തിക് സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ അണ്ടറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ മെഡിസിറ്റി, അതൊക്കെ അലോപ്പത്തിക് ഹോസ്പിറ്റൽസ് ആണ്. ഇനി ആയുഷ് ഹോസ്പിറ്റൽ. ആയുഷ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് ആയുഷ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മൈ ചാനൽ.